ലളിതാ സഹസ്രനാമത്തിൽ 73ാമത്തെ നാമമാണ് നിത്യാപരാക്രമാടോപ നിരീക്ഷണ സമുത്സുക എന്നുള്ളത്. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: നിത്യാദേവികൾ പരാക്രമത്തോടുകൂടി യുദ്ധം ചെയ്തു. അങ്ങനെ യുദ്ധം ചെയ്തപ്പോൾ വലിയ ആരവം, ശബ്ദമുണ്ടാക്കി. ആടോപം എന്ന് പറഞ്ഞാൽ ശബ്ദം എന്നാണ്. ആ ദേവികളുടെ പരാക്രമ ശബ്ദം കേട്ടിട്ട് അതിനെ കണ്ടിട്ട് സമുത്സുക, നിത്യാപരാക്രമാടോപ നിരീക്ഷണ സമുത്സുക എന്നാണ്. ഭണ്ഡാസുര യുദ്ധത്തിൽ ഒരു ഘട്ടത്തിൽ ദേവി അറിയാണ്ട് ഇരിക്കുവാൻ വേണ്ടി രാത്രി കപടവേഷത്തിൽ കപടയുദ്ധം ചെയ്തുകൊണ്ട് കുറച്ച് അക്ഷൗഹിണി സേനകൾ പുറത്തു വന്ന് ആക്രമിച്ചു. അവർ ദേവിയുടെ തേരിൻ്റെ ശ്രീചക്രരാജ രഥത്തിൻ്റെ അടുത്ത് തന്നെ എത്തി. അങ്ങനെ അടുത്ത് വന്നപ്പോഴാണ് അത് എല്ലാവരും മനസ്സിലാക്കിയത്. അങ്ങനെ വലിയ സൈന്യമൊന്നും ദേവിയുടെ അടുത്തില്ലായിരുന്നു. ആ സമയത്ത് ദേവി തൻ്റെ കൂടെയുള്ള നിത്യാദേവികൾ എന്നുള്ള 15 പേരോട് യുദ്ധം ചെയ്യുവാൻ കൽപ്പിച്ചു. ആ 15 പേരും അത്ഭുതകരമായ നേനിരെ യുദ്ധം അത്ഭുതം എന്ന് ലളിതോപാഖ്യാനം പറയുന്നു. അത്ഭുതകരമായ ഒരു യുദ്ധം ചെയ്ത് സേനകളെ മുഴുവൻ നശിപ്പിച്ചു. അങ്ങനെ വിശങ്കൻ മാത്രം തിരിച്ചോടി എന്ന് വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ദേവി വളരെ സന്തുഷ്ടയായി. അവർ യുദ്ധാരവം മുഴക്കി ആ സന്തോഷം പ്രകടിപ്പിച്ചു. ആ ശബ്ദം കേട്ട് ദേവി സന്തോഷിച്ചു എന്നാണ് ഇതിൽ കാണുന്നത്. ഇതിൽ ഓരോ നാമത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം, ഇപ്പോൾ നമ്മൾ അമ്മ എന്ന് പറയുന്നു. അമ്മ എന്ന് പറയുമ്പോൾ വെളുത്ത സാരി ഉടുത്തിരിക്കുന്നു, രുദ്രാക്ഷം ധരിച്ചിരിക്കുന്നു, ഭക്തർക്ക് മാലയിടുന്നു, രാവിലെ ദർശനത്തിന് വരും എന്നൊക്കെ പറയുന്നത് അമ്മയുടെ ബാഹ്യമായ പ്രവൃത്തികളാണ്. അതേസമയം സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ അമ്മയുടെ നിസ്സീമമായ സ്നേഹം, അതുപോലെ എത്രയോ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു 10,000 ഇരട്ടി ഒരു ജോലിയുടെ ഭാരമുണ്ടെങ്കിലും അതിനെ ഒരു ത്യാഗമായിട്ടോ അങ്ങനെയൊന്നും വിചാരിക്കാതെ ഏറ്റവും ലളിതമായിട്ട് അതിനെ ചെയ്യുന്ന ഒരു രീതി, അതുപോലെ അനേകം ആൾക്കാർക്ക് ആധ്യാത്മികതയിലെ പ്രവണതയുണ്ടാക്കുക, ഇങ്ങനെയുള്ളതൊക്കെ അമ്മയുടെ സൂക്ഷ്മമായ വശങ്ങളാണ്. അതുപോലെ ഇപ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ എന്ന് പറഞ്ഞു. അദ്ദേഹം അദ്വൈതം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഓർക്കുന്നത് ശ്രീ ശങ്കരാചാര്യ സ്വാമികളെയാണ്. അദ്വൈതം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മമായ ഭാവമാണ്. അതുപോലെ മാധ്വാചാര്യർ എന്ന് പറഞ്ഞാൽ ദ്വൈത സമ്പ്രദായത്തിൻ്റെ വക്താവാണ്. ദ്വൈതം എന്ന് ചിന്തിക്കുമ്പോഴൊക്കെ നമ്മൾ മാധ്വരെ വിട്ട് ചിന്തിക്കാൻ സാധിക്കില്ല. അതുപോലെ ആത്മവിചാരം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ പറയുമ്പോൾ തന്നെ നമ്മൾ രമണ മഹർഷിയെ ഓർക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരും പുറത്തൊരു രൂപമുണ്ടെങ്കിലും അവർ ഓരോ തത്വങ്ങളുടെ പ്രതീകങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ ഈ ലളിതാ സഹസ്രനാമത്തിലെ ഭണ്ഡാസുര വധം എന്ന് പറയുന്നത് ദേവിയുടെ സേനയും കുറേ അസുരന്മാരും കൂടി യുദ്ധം ചെയ്തു, കുറേ അസുരന്മാർക്ക് തോറ്റു, ദേവി ജയിച്ചു എന്നുള്ളതല്ലാണ്ട് ഇവർക്ക് പ്രതിനിധാനം ചെയ്യുന്ന തത്വങ്ങളൊക്കെ ഈ ശക്തിസേനയും നിത്യാദേവികളും എന്നുമുള്ള നിത്യമായിട്ടുള്ള തത്വങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്. സത്വഗുണത്തിനെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്. അന്തർമുഖമായ വൃത്തികളെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്. ആ വൃത്തികളൊക്കെ ഇങ്ങനെ വലുതായിട്ട് വളർന്നു വരുന്നു. ഈ നല്ല സത്വഗുണത്തിൻ്റെ വർധനം കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള ചീത്ത വികാരങ്ങളും രജസ് തമസ് മുതലായ ദോഷങ്ങളും ദേഷ്യം, കാമം, ക്രോധം എന്നുള്ള വികാരങ്ങളൊക്കെ കുറഞ്ഞു വരുന്നു എന്നുള്ളതിനെയാണ് ഭണ്ഡ സൈന്യത്തെ കൊല്ലുന്നതായിട്ടും ശക്തിസേന ജയിക്കുന്നതായിട്ടും ശക്തിസേന ആടോപമുണ്ടാക്കിയതായിട്ടും ശബ്ദമുണ്ടാക്കിയതായിട്ടും അതിൽ ദേവി പ്രഹർഷിതയായി എന്നും ഒക്കെ പറയുന്നത്. രമണ മഹർഷിക്ക് ഒരു ശിഷ്യനുണ്ടായിരുന്നു അത്രേ. അദ്ദേഹം 1 മണിക്കൂർ 2 മണിക്കൂർ രമണ മഹർഷിയുടെ അടുത്തിരിക്കും. ബാക്കി സമയത്തൊക്കെ ഒരു ചെറിയ കുടിൽ പോലെ വെച്ചിട്ടുണ്ട്. അത് മുഴുവൻ അടച്ചിട്ടും കൂടി ഇല്ല. അതിൻ്റെ പുറത്തൊരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ ഭക്തർ ഭിക്ഷ കൊടുക്കും. പലപ്പോഴും അദ്ദേഹം കഴിക്കാറില്ല.
എല്ലാ സമയത്തും ധ്യാനമഗ്നനായിട്ടും ആത്മവിചാരം ചെയ്യുന്ന ആളായിട്ടും മുട്ടുവരെ മുടി വളർന്നു എന്നാണ് പറയുന്നത്. അതിലൊന്നും ശ്രദ്ധയില്ല എന്നർത്ഥം, മുടി വെട്ടുന്നതിലൊന്നും. അങ്ങനെ ഈ അന്തർമുഖ വൃത്തികൾ വളർന്നത് കൊണ്ടാണ് നമുക്ക് ആത്മവിചാരം ചെയ്യാനുള്ള മനസ്സുണ്ടാകുന്നത്. ആ വൃത്തികൾ വളർന്നു വരുന്ന ആ ശബ്ദം കേട്ടിട്ട് ഗുരു വളരെ സന്തോഷിക്കും. തൻ്റെ ശിഷ്യൻ അന്തർമുഖ വൃത്തിയിലാണ് ഏർപ്പെടുന്നത് എന്നുള്ളത് കേൾക്കാനാണ് ഒരു സദ്ഗുരുവിന് സന്തോഷമുണ്ടാക്കുന്ന വിഷയം. അതിൽ ദേവി സന്തുഷ്ടയാണ് എന്നാണ് നിത്യ പരാക്രമാടോപ നിരീക്ഷണ സമുത്സുക എന്നുള്ള മന്ത്രത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുര വധത്തിൻ്റെ തത്വങ്ങളാണ് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ വിശദ വിവരങ്ങൾ കേൾക്കാം.